ഹായ് ഗൈസ്, ഞാൻ നട്ടു വളർത്തിയ എൻ്റെ പയർ വള്ളി വീശി ഞാനിങ്ങനെ ശിഖരങ്ങൾ വെച്ച് കൊടുത്തു. ഇങ്ങനെ കയറിപ്പൊക്കോട്ടെ. പന്തലിടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ കുറേ പൈപ്പുകളൊക്കെ ഇങ്ങനെ ഇതുവഴിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം പന്തലിടാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. കാരണം നമുക്ക് കുഴിയെടുത്ത് കമ്പൊക്കെ നാട്ടാൻ പറ്റുക. ഞാനിവിടെ ഇങ്ങനെ ഒരു നല്ല ശിഖരങ്ങളുള്ള ഒരു ഉണക്കക്കമ്പ് നല്ല പോലെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കയറ്റി വിടുകയാണ്. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല ഗൈസ്. എൻ്റെ പ്രശ്നം ഇതാണ്. എൻ്റെ പയർ കിളിപ്പിച്ച് വരുന്ന പയറിനൊരു മുരടിപ്പുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ മുരടിച്ച് വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ മുരടിക്കുകയാണ്. അതെന്താ കാര്യമെന്നറിയില്ല. വലുതായിട്ട് പന്തൽ ഇങ്ങനെ വള്ളി ഇതായില്ലെങ്കിൽ പോലും കുറേയൊക്കെ വന്നതാ. പുഴു കുത്തുന്നോ സംശയമുണ്ട്. എൻ്റെ കണ്ടോ, പച്ചമുളകിനാണെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. കണ്ടോ, എല്ലാവരും പറഞ്ഞു കഞ്ഞിവെള്ളത്തിൽ തൈര് പുളിപ്പിച്ചിട്ട് ഇടാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ ഇട്ടു. പക്ഷെ അത് ചാരം ഇടുന്നുണ്ട്. എല്ലാം ഇട്ടിട്ട് പോലും ഇങ്ങനെയാണ് സംഭവം. വഴുതനയൊക്കെ ഇങ്ങനെ ഓൾറെഡി 2-3 ഞാൻ പറിച്ചു. നല്ല അത്യാവശ്യം വലിയ വിളവൊന്നും ആയതല്ല, എന്നാലും ഞാൻ പറിച്ചായിരുന്നു. മെഴുക്ക് പുരട്ടിയൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ 2 വഴുതന തൈകൾ വെച്ച് പിടിപ്പിച്ചതിൻ്റെയാണ്. ഇത് സെയിം. ഇത് കണ്ടോ, ഒരു പയർ, ആ പയറിൻ്റെ മുകൾ ഭാഗം എന്തോ വന്ന് കഴിച്ചിട്ട് അത്രയും അങ്ങ് പോയി ഉണങ്ങി. ഇനി ഇതാണ്ട് കണ്ടോ, മുരടിച്ച് വരുന്നത് കണ്ടോ. ഇതിനെന്താണ് മാർഗമെന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. മണ്ണിടാൻ സമയമായി. എല്ലാത്തിനും മണ്ണിട്ട് കൊടുക്കണം. ഇതിനൊക്കെ എന്ത് തരം മരുന്നാണ് ഉപയോഗിക്കുന്നതെന്നൊന്ന് പറയണേ, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ. ഇവിടെ പോടി. അത് കൈവച്ചു. വെണ്ടത്തൈകളിനി അതിലോട്ട് മാറ്റാനുള്ള സമയമായി, ഗ്രോ ബാഗിലോട്ട്. പനിയും തൊണ്ടവേദനയും കാരണം നിങ്ങളോട് സംസാരിക്കാൻ പോലും ആവുന്നില്ല എനിക്കിപ്പോൾ. ഇതേ അവസ്ഥയാണ് എൻ്റെ തക്കാളിക്കും. തക്കാളിക്ക് ചെറിയൊരു കാ വന്നിട്ടുണ്ട്. നിറയെ പൂത്ത കേട്ടോ. പക്ഷേ ഇതുപോലെ മുരടിക്കുവാണ്. എന്താ ചെയ്യണ്ടേന്നറിയത്തില്ല. ചെടികളൊക്കെ നല്ലതുപോലെ പൂത്ത് തളർത്തൊക്കെ നിൽക്കുകയാണെങ്കിലും പച്ചക്കറിയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വലിയൊരു പ്രശ്നമാണ്. നടക്ക്. തെങ്ങിന് വളമൊക്കെ ഇട്ട്, തെങ്ങിൻ്റെ ചോട്ടിൽ ചൂടടിക്കാതിരിക്കാൻ കയ്യിലൊക്കെ ഇട്ട് കാന്താരിയാണ്. കാന്താരിക്കൊല്ല. അപ്പോൾ ഗൈസ്, ആർക്കെങ്കിലുമൊക്കെ ഇതിൻ്റെ മരുന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. വിഷങ്ങളൊന്നും ഉപയോഗിക്കാതെ നാച്ചുറലായിട്ടുള്ള, കാരണം അത് വീട്ടിലേക്ക് ഉപയോഗിക്കാനാണല്ലോ. അതുകൊണ്ട് ഈ ചീര പൂത്തു. ഇനി ഇതിൻ്റെ അരി എടുക്കണം, ചുമന്ന ചീര.